ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ കൂടെ പുതിയൊരാളും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ മോളാണ് ആരുഷി. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ എവിടെ പോവച്ച് ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗായ്സ്. ആമിക്കുട്ടി റെഡിയായി സെറ്റായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്, അത്താണിയിൽ. അപ്പോൾ പിന്നെ പെട്ടെന്ന് സിനിമയ്ക്ക് പോകാൻ ഒരു പ്ലാൻ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ 2 വണ്ടിയായിട്ടാണ് പോയത്. കാരണം വെച്ചാൽ തിരിച്ച് നമ്മൾ നമ്മുടെ അടുത്തേക്ക് വീട്ടിലേക്ക് തന്നെയാണ്, കാക്കനാട് തന്നെയാണ് പോണത്. അതുകൊണ്ട് നമ്മളവിടെ പറവൂരാണ് പോയത്. പറവൂരുള്ള കൈരളി തിയേറ്ററിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ കറക്റ്റ് സമയത്താണ് കേട്ടോ അവിടെ എത്തിയത്. നമ്മൾ 6:15 ഷോയായിരുന്നു. ഒരു 6:10 കഴിഞ്ഞിട്ടുണ്ടായി നമ്മൾ ചെന്നപ്പോൾ തന്നെ. നമ്മൾ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമയായിട്ട് കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അവർ കാർ പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് പിന്നെ പെട്ടെന്ന് തന്നെ കയറി. നമ്മൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് പോയിരുന്നു. ആമിക്കുട്ടി അപ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിട്ടോ. ആൾ ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ അവൾ കിടന്ന് ഉറങ്ങി. അത് നമുക്കൊരു ഉപകാരമായിട്ടോ. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളുടെ ശബ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അത് നമ്മൾ ചെന്നിരിക്കലും സിനിമ കളിൽ ഒരുമിച്ചായിരുന്നു. ആ ടൈറ്റിലൊക്കെ എഴുതി കാണിച്ചു. നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പടമാണ് കേട്ടോ. ആസിഫ് അലി ഫാൻസിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. നമ്മൾ അപ്പോഴത്തേക്ക് ഐസ്ക്രീമും പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ തീറ്റയും കൂടിയാണ് നമുക്ക് മസ്റ്റായിട്ടുള്ളത്. പിന്നെ ആ സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ പോകാൻ കേട്ടോ. എന്തായാലും നല്ല പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം, ഒന്നും പറയില്ല. എല്ലാവരും ഇത് കണ്ടിരിക്കണം. ആസിഫ് അലി ചുമ്മാ തക്കർത്തിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല പടമാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.